ഹേ ഓൾ വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു ഗീവ് അവേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു ഗീവ് അവേ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ഗീവ് അവേ നമ്മൾ ഷോർട്സാണ് ഇട്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആ ഒരു ഗീവ് അവേയുടെ ക്രൈറ്റീരിയാസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗീവ് അവേ എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അനൗൺസ് ചെയ്യും. 5 വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വിന്നറിന് ഇതേപോലത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാണ് കൊടുക്കുന്നത്. സെക്കൻഡ് വിന്നറിന് ഇതേപോലത്തെ ഒരു വൈറ്റ് കളർ ക്യൂട്ടായിട്ടുള്ള വേറൊരു ബോട്ടിലാണ് കൊടുക്കുന്നത്. ഇനി തേർഡ് വിന്നറിന് ഇതേപോലത്തെ ഒരു ജേർണൽ ഡയറിയാണ് കൊടുക്കുന്നത്. ഫോർത്ത് വിന്നറിനും ഇതേപോലത്തെ ഒരു വേറെ കളർ തീം വരുന്ന ജേർണൽ ഡയറിയാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഗീവ് അവേയിൽ ഒരുപാട് പേര് ചോദിച്ചതാണ് ഇതുപോലത്തെ ഒരു കവായ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഫിഫ്ത്ത് വിന്നറിന് ഈ ഒരു കവായ് സ്റ്റിക്കറാണ് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഗീവ് അവേയുടെ ക്രൈറ്റീരിയാസ് പറയാം. ഒന്നാമതായിട്ട് നമ്മുടെ ചാനൽ സബ് ചെയ്തിരിക്കണം. അടുത്തതായിട്ട് നമ്മുടെ വീഡിയോസിൽ കമൻറ്റും ലൈക്കും ചെയ്തിരിക്കണം. മൂന്നാമത് നമ്മുടെ ഏതെങ്കിലും 2 ലോങ് വീഡിയോസ് തീർച്ചയായും കണ്ടിരിക്കണം. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 5 പേർക്കാണ് ഈ ഒരു ഗീവ് അവേ കൊടുക്കുന്നത്. അതിൽ ഒരാൾ ടോപ്പ് കമൻറ്റർ ആയിരിക്കും. 3 പേര് റാൻഡംലി ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ഗീവ് അവേയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഡയറക്റ്റ്ലി ഒരു ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 5ാമത്തെ ആൾക്ക് ഡയറക്റ്റ്ലി ആയിരിക്കും ഞാൻ ഒരു ഗീവ് അവേ കൊടുക്കുന്നത്. നമ്മുടെ കമൻറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വ്യക്തിക്കായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവരും ഈ ഒരു ക്രൈറ്റീരിയാസൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ശരി എന്നാൽ ബൈ.